ഗൈസ് ഇന്നത്തെ ഞങ്ങളെ കുഞ്ഞു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പം ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്മയും അച്ഛനും നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛന് പണിക്ക് പോകാനുള്ള ഇതുകൊണ്ട് തന്നെ അമ്മയും അച്ഛനും എണീറ്റിട്ടുണ്ട്. അങ്ങനെ ചേച്ചി രാവിലെ തന്നെ മുറ്റൊക്കെ അടിച്ചു വരികയാണ്. അമ്മ പിന്നെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അടുപ്പത്തേക്ക് കയറിയിട്ടുണ്ട്. ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി അമ്മ ചോറുണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. അമ്മയ്ക്ക് നേരത്തെ പിന്നെ ചോറും കറിയൊക്കെ ആവണോ. അമ്മയ്ക്ക് നേരത്തെ സ്കൂളിൽ പോകാനുള്ളതല്ലേ, അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വേഗം ചോറും കറിയൊക്കെ ആവണം. ഞാൻ ഇന്ന് കുറച്ച് നേരം വൈകിട്ടാണ് എണീറ്റത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ പല്ലൊക്കെ കഴിച്ച് വരുന്നുള്ളൂ. ലറ്റ് പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ചെടിയൊക്കെ നനയ്ക്കുകയാണ്. ഇന്നലെ നനച്ചിട്ടില്ലായിരുന്നു വൈകുന്നേരമൊക്കെ, അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നനയ്ക്കാണോള്. അമ്മ പിന്നെ ഇന്ന് ഞണ്ട് കറിയാണ് കേട്ടോ ചോറൊക്കെ ഉണ്ടാക്കിയത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞണ്ട് കറി. ഞണ്ട് പിന്നെ ഞങ്ങൾക്ക് റോസ്റ്റാക്കി വെക്കണം കേട്ടോ, ഭയങ്കര ഇഷ്ടം. അപ്പം അമ്മ അങ്ങനെ വെക്കുകയാണ്. വേനലായി കഴിഞ്ഞാൽ പിന്നെ അധികം അമ്മ മുറ്റത്ത് അടുപ്പിലാണ് വെക്കല്. മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ അമ്മ മുറ്റത്ത് അടുപ്പിൽ വല്ലാതെ വെക്കലില്ല. എന്താ വെച്ചാൽ ചീതലൊക്കെ അടിക്കും. അമ്മ ഇന്ന് പിന്നെ വാഴക്കൂമ്പ് തോരൻ വെക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ നല്ല ഐറ്റിലാണ് കേട്ടോ സാധനം ഉള്ളത്. അപ്പോൾ ഞാൻ കുറേ കെണിഞ്ഞ് ശ്രമിച്ചതിൻ്റെ ശേഷമാണ് എനിക്ക് കിട്ടിയത്. ഒരു രണ്ട് പക്ഷി രണ്ട് ചെറിയ വാഴക്കൂമ്പാണ് കിട്ടിയത്. ഞാൻ അതുകൊണ്ട് തന്നെ വേറെ ഒന്നും എടുക്കാന്ന് വെച്ചു. പക്ഷെ ഇതിനും കാട്ടി ഐറ്റിലാണ് കേട്ടോ. അപ്പൊ ഒന്നും കൂടി തോട്ടി ഐറ്റ് കൂട്ടേണ്ടി വന്നു. എന്തായാലും കുറെ കെണിഞ്ഞ് ശ്രമിച്ചതിന് ശേഷം എനിക്ക് സാധനം കിട്ടി. അപ്പം അമ്മ അരിയണേൻ്റെ ഇടയിൽ ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും ഉള്ളിലുള്ള ആ കൂമ്പിന് വേണ്ടി വാശി പിടിക്കുകയാണ്. കാരണം നല്ല ടേസ്റ്റാണല്ലോ, കറൊന്നും കിട്ടൂല. അപ്പം ഞാൻ നല്ല കഴിക്കലുണ്ട്. പിന്നെ കഴിച്ചവർക്ക് അറിയാം ഇതിൻ്റെ ടേസ്റ്റൊക്കെ. അങ്ങനെ അമ്മ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം സ്കൂളിലേക്ക് പോയി. ഞങ്ങൾക്ക് പിന്നെ ഇന്ന് ക്ലാസ്സൊന്നുമില്ല. അങ്ങനെ ഇന്ന് ഞങ്ങളെ വീട്ടിൽ പുതിയൊരു അതിഥി എത്തിയിട്ടുണ്ട് കേട്ടോ. അച്ഛൻ ഇന്നൊരു പോത്തുംകുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛൻ മാത്രമല്ല കേട്ടോ, ഞാനും പോയിരുന്നു. അച്ഛൻ്റെ കൂടെ വാശി പിടിച്ച് പറഞ്ഞ് ഇന്നെ കൊണ്ടുപോയതാണ് കേട്ടോ. ഇതിനെ കൊണ്ടുവന്നത് കോഴിക്കോട് ബാലുശ്ശേരിയിൽ നിന്നാണ്. ബാലുശ്ശേരിയിൽ നിന്ന് ഇപ്പം രണ്ടാമത്തെ പോത്തിനായിരുന്നു അച്ഛൻ കൊണ്ടുവരുന്നത്. അവിടെ ഇന്നലെ ലോഡ് എത്തിയതായിരുന്നു. 50ഓളം കുട്ടികളുണ്ടായിരുന്നു. ഹരിയാനയിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അപ്പം ഞങ്ങളവിടെ എത്തിയപ്പോഴേക്ക് 3 ഉള്ളായിരുന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ പോയതാണ്. അപ്പം 3 ഉള്ളായിരുന്നു. അപ്പം അതിലായിട്ട് വലുതിനെ നോക്കി ഞങ്ങൾ എടുത്തതാണ്. പിന്നെ അച്ഛൻ നേരെ മുറ്റത്താണ് കേട്ടോ കിട്ടിയത്. പിന്നെ ഞാനൊന്ന് തൊട്ട് തലോടനൊക്കെ പോയി. ആളൊരു പാവാണ്. പിന്നെ വണ്ടിക്കാരെ പറഞ്ഞു വെച്ചതിന് ശേഷം പിന്നെ അച്ഛനും വന്ന് തലോടുകയാണ്. എന്താ വെച്ചാൽ ഇവരായിട്ട് നമ്മൾ എത്രത്തോളം ഇറങ്ങണോ അത്രത്തോളം അവർക്ക് നമ്മളെ സ്നേഹം ഉണ്ടാവും. പിന്നെ പോത്തിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അച്ഛൻ ആദ്യം അതിനെ കുളിപ്പിക്കാൻ. ദൂരയാത്ര ചെയ്ത് വന്നതുകൊണ്ട് തന്നെ കുളിച്ചപ്പോൾ ഒന്ന് ആശാന് ക്ഷീണമൊക്കെ ഒന്ന് മാറി തോന്നി. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം തൊയ്ത്തേക്ക് കയറ്റിട്ടോ. പിന്നെ ഞാൻ കുറച്ച് പുല്ലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അച്ചാരിഞ്ഞുകൊണ്ടെന്നേനു ആക്കെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ പോത്ത് ഭയങ്കര പാവാണ് കേട്ടോ. ആദ്യത്തെ പോത്തിൻ്റെ അരി പാവം തന്നെയാണ്. ഞാൻ വിചാരിച്ചത് കുത്തുന്നൊക്കെയാണ്. അത് കുത്തണമൊന്നുമില്ല. എന്നിട്ട് ഇണങ്ങി തോന്നുന്നു. ഇപ്പാണ്ട് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്ക് എന്നിട്ട് ഇണങ്ങി. ഇന്നലെ ഞങ്ങളെ പറമ്പിലെ വിറകൊക്കെ ഒന്ന് അട്ടിയാക്കി വെക്കാന്ന് വെച്ചു. കാരണം മഴയൊക്കെ ഇങ്ങനെ മൂടി കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പം മഴക്കാലത്തേക്ക് വിറകാണല്ലോ. ഈ വീഡിയോ ഇന്നലെ എടുത്തു വെച്ചതായിരുന്നു. പക്ഷേ ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് അപ്ലോഡ് ചെയ്യാം. അമ്മേനെ സഹായിക്കാൻ നിങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ.
ഞങ്ങൾക്കുള്ള വിറക് ഞങ്ങൾ പുറത്തുനിന്നൊന്നും വാങ്ങലില്ല, ഞങ്ങളെ പറമ്പിൽ തന്നെ ഉണ്ടാവും. അപ്പം ഞങ്ങളെ പറമ്പിലുള്ള വിറകാണ് ഞങ്ങൾ വീട്ടിൽ കത്തിക്കല്. ഗൈസ്, അങ്ങനെ ഞാൻ അതിസാഹസികമായി ഞാൻ ഉന്തണ്ടിയേറ്റ് പോവുകയാണ്. ചേച്ചീൻ്റെ വെല്ലിച്ചു. അപ്പം ഞാനൊന്ന് കാണിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അച്ഛൻ പിന്നെ വിറകട്ടിടുമ്പോൾ അടിയിൽ വെക്കണ കാലൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പം അച്ഛൻ കൊണ്ട് പോവുകയാണ്. അപ്പോഴേക്ക് എൻ്റെ ഉന്തുവണ്ടിയൊന്നും മറിഞ്ഞു പോയി. അറിയാവുന്ന പണി ചെയ്താൽ മതിയെന്ന് നിൻ്റെ അടുത്ത് അമ്മ ആദ്യം പറഞ്ഞതാണ്, പക്ഷെ ഞാനത് കേട്ടില്ല. അങ്ങനെ ഞാനൊരുവിധം അവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ സീറ്റിൻ്റെ ചോട്ടിലാണ് കേട്ടോ അമ്മ വിറകട്ടി വെക്കല്. അതിൻ്റെ ഒരു ഭാഗത്ത് വൈക്കോലുമാണ്, ബാക്കി ഭാഗത്താണ് അമ്മ വിറക് കൊണ്ടുപോയി വെക്കല്. ആദ്യം ഇവിടെ പശുക്കളെ ഉണ്ടായ സമയത്ത് പശുക്കുട്ടികളെ കെട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ തൊയ്ത്തായിരുന്നു. ഇപ്പം അവിടെ വിറകാണ് വെക്കല്. അമ്മ എവിടുന്ന് തുടങ്ങണമെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ലച്ചു പിന്നെ വീഡിയോ എടുത്ത് മടിച്ചായി കുത്തിയിരിക്കുകയാണ്. ഗൈസ്, അപ്പം അമ്മ ഇവിടെ മഴക്കാലത്തേക്ക് വേണ്ട വിറകൊക്കെ അട്ടിയിലാണ് കേട്ടോ. അപ്പം അമ്മേനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി കൂടിയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളെ കുഞ്ഞു വീഡിയോ.